എൻ്റെ പ്രിയ ദൈവമക്കളെ, ഇന്ന് നമുക്ക് കർത്താവായ യേശുക്രിസ്തുവും സർവസൃഷ്ടിയും തമ്മിലുള്ള അനുരഞ്ജനം അഥവാ ഐക്യം പുനഃസ്ഥാപിക്കാനുള്ള ദൈവത്തിൻ്റെ പദ്ധതി എന്തെന്ന് ശ്രവിക്കാം. കൊളോഷ്യൻസ് 1:20 അവൻ ക്രൂശിൽ ചൊരിഞ്ഞ രക്തം കൊണ്ട് അവൻ മുഖാന്തരം സമാധാനം ഉണ്ടാക്കി, ഭൂമിയിലുള്ളതോ സ്വർഗത്തിലുള്ളതോ സകലത്തെയും അവനെ കൊണ്ട് തന്നോട് നിരപ്പിപ്പാനും പിതാവിന് പ്രസാദം തോന്നി. ഇവിടെ അപ്പോസ്തലനായ പൗലോസ് കൊളോസ്യയിലെ വിശ്വാസികൾക്ക് എഴുതുന്നു. യേശു ക്രിസ്തുവിൻ്റെ മഹത്വത്തിലും പര്യാപ്തതയിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. ചുറ്റുമുള്ള വാക്യങ്ങൾ ക്രിസ്തുവിൻ്റെ പങ്ക്, അവൻ്റെ നിത്യമായ സ്വഭാവം, എല്ലാറ്റിൻ്റെയും മേലുള്ള അവൻ്റെ അധികാരം എന്നിവയെ ഊന്നിപ്പറയുന്നു. ഈ വാക്യം അനുരഞ്ജനം എന്ന ആശയത്തെക്കുറിച്ച് പ്രത്യേകം സംസാരിക്കുന്നു. അവനും സൃഷ്ടിയും തമ്മിലുള്ള ഐക്യം പുനഃസ്ഥാപിക്കാനുള്ള ദൈവത്തിൻ്റെ പദ്ധതി. പാപനിമിത്തം മനുഷ്യത്വവും സൃഷ്ടിയും ദൈവത്തിൽ നിന്ന് അകന്നിരുന്നു. എന്നാൽ യേശുവിൻ്റെ ക്രൂശിലെ ബലി ആ ബന്ധം പുനഃസ്ഥാപിച്ചു. അതായത് ക്രിസ്തുവിൽ സകലതും തന്നോട് നിരപ്പിക്കുവാൻ പിതാവിന് പ്രസാദമായി. താൻ കുരിശിൽ ചൊരിഞ്ഞ രക്തത്താൽ സമാധാനമുണ്ടാക്കി. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ, അവനിൽ സർവസമ്പൂർണതയും ദേഹരൂപമായി വസിപ്പാൻ ദൈവം പ്രസാദിച്ചു. മാത്രമല്ല, ക്രിസ്തുവിൽ സകലതും തന്നോട് നിരപ്പിപ്പാനും ഹിതമായി. രണ്ടു രീതിയിലുള്ള നിരപ്പിക്കൽ ഇവിടെ കാണുന്നു. സകല കാര്യങ്ങളും തന്നോട് നിരപ്പിക്കുക, സകല വ്യക്തികളെയും ക്രിസ്തുവിൽ തന്നോട് നിരപ്പിക്കുക. ഒന്നാമത്തേത് ഇനിയും ഭാവിയിൽ നടക്കേണ്ടിയിരിക്കുന്നു. രണ്ടാമത്തേത് ഭൂതകാലാനുഭവമായിരിക്കുന്നു. ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഏവരെയും നിരപ്പിച്ചു കഴിഞ്ഞു. അനുരഞ്ജനത്തിൻ്റെ ദർശനം ആത്മീയവും ഭൗതികവുമായ മേഖലകളെ ഉൾക്കൊള്ളുന്നു. ഐക്യവും സമാധാനവും പൂർണ്ണമായി പുനഃസ്ഥാപിക്കപ്പെടുന്ന ഒരു ഭാവി വാഗ്ദാനം ചെയ്യുന്നു. ഈ സമാധാനം സംഘർഷത്തിൻ്റെ അഭാവം മാത്രമല്ല, ദൈവവുമായുള്ള ആഴമേറിയതും പുനഃസ്ഥാപിച്ചതുമായ ബന്ധമാണ്. വലിയ ചിലവിൽ നേടിയെടുക്കുന്നു കുരിശ്. യേശു പ്രദാനം ചെയ്യുന്ന സമാധാനവും അനുരഞ്ജനവും നാം സ്വീകരിക്കുകയും ജീവിക്കുകയും വേണം. നമ്മുടെ ഭൂതകാലമോ പോരാട്ടങ്ങളോ എന്തു തന്നെയായാലും യേശുവിൻ്റെ ത്യാഗം നമുക്ക് ദൈവവുമായി ഐക്യപ്പെടുവാൻ വഴിയൊരുക്കി. സമാധാനം പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിൽ ജീവിച്ചുകൊണ്ട് സമാധാനത്തിൻ്റെ ഏജന്റന്മാരായി നാം ജീവിക്കണം. സ്നേഹപിതാവേ, വ്യക്തിപരമായും എല്ലാ സൃഷ്ടികൾക്കായുമുള്ള ഒരു വലിയ പദ്ധതിയുടെ ഭാഗമായി സമാധാനത്തിൻ്റെയും പുനഃസ്ഥാപനത്തിൻ്റെയും ഒരു യാത്ര പിന്തുടരാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ.